السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ ദിനത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി. വലിയ ബഹുമാനമുള്ള ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾ വളരെ പവിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ തന്നെ ഈ ദിനങ്ങളെ പരിചയപ്പെടുത്തിയത് വൽ ഫജ്രി വലയാലിൻ അശ്ർ, ഫജ്റിനെ തന്നെയാണ്, അഥവാ സുപ്രഭാതം. ആ സുപ്രഭാതത്തിൽ തന്നെയാണ് സത്യം. അതുപോലെ വലയാലിൻ അശ്ർ, അതിമഹത്തായ 10 ദിനരാത്രങ്ങൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാധനത്തെ, എന്തെങ്കിലും വസ്തുവിനെ അതിനെ സത്യത്തിന് അല്ലാഹു തആല ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ബഹുമാനം അറിയിച്ചുകൊണ്ട് തന്നെയാണ്. ഒരുപാട് വസ്തുക്കളെ അങ്ങനെ അല്ലാഹു തആല ഉപയോഗപ്പെടുത്തി സത്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രതിപാദിക്കാനുള്ളത് ലയാലിൻ അശ്ർ. ആ ലയാലുൻ അശ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജിന്റെ 10 ദിനങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ മഹാത്മാക്കൾ, മുഫസ്സിരീങ്ങളായ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ അയ്യാമിൻ അഅളമ ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീർ വത്തഹ്മീദ്. ഈ ദിനരാത്രങ്ങളുടെ പവിത്രതകളെ കുറിച്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, മാ മിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ പവിത്രത അർഹിക്കുന്ന ഒരു അമലും ഇല്ല, ഒരു ദിവസങ്ങളും ഇല്ല. ആ ദിവസങ്ങളിൽ വളരെയധികം ബഹുമാനങ്ങളുള്ള ഒരു ദിവസം, അങ്ങനെയുള്ള ഒരു ദിവസവും ഇല്ല. വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന, അല്ലാഹു തആലാക്ക് ഏറ്റവും അമൽ ചെയ്യാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നതായ ദിനങ്ങളിൽ ഒരു ദിനവും ഇല്ല. മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിനങ്ങളെക്കാൾ, അഥവാ ദുൽഹജ്ജിന്റെ 1 മുതൽ യൗമുൻ നഹർ അടക്കമുള്ള 10 ദിവസങ്ങൾ ചെയ്യുന്ന അമലിനേക്കാൾ പവിത്രമായ അമൽ ചെയ്യുന്ന ഒരു ദിനവും ഭൂലോകത്ത് സൂര്യനുദിച്ച ദിനരാത്രങ്ങളിൽ ഇല്ല എന്ന് ഹബീബായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുകയാണ്. ആയതുകൊണ്ട് ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, ഈ ദിനങ്ങളിൽ രാത്രി എന്ന് പറയുന്നത് രാത്രി മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. രാത്രിയുടെ പേര് പറഞ്ഞ് എന്ന് മാത്രമേ ഉള്ളൂ. ലൈലുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പകലുകളും ഉദ്ദേശിക്കപ്പെടാം എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു. അപ്പൊ ഇതിന്റെ രാത്രികളും ഇതിന്റെ പകലുകളും ബഹുമാനമുള്ളത് തന്നെയാണ്. പകലുകളേക്കാൾ പവിത്രത ഇബാദത്തുകൾക്ക് രാത്രി തന്നെയാണല്ലോ. അതുകൊണ്ട് ലയാലിയെ എടുത്തു പറഞ്ഞെന്ന് മാത്രം. രാത്രിയായാലും പകലായാലും ഇതിന്റെ ദിനരാത്രങ്ങൾ മുഴുവനും പവിത്രമാർന്നതാണ്. ഈ ദിവസങ്ങളില് അതിന് രാത്രിയാവട്ടെ പകലാവട്ടെ തഹ്ലീൽ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീർ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ
ഈ ദിക്റുകൾ ഇത് അധികരിപ്പിക്കുവാൻ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. സ്വർഗത്തില് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് ഉണർത്തിയ ദിക്റുകളാണല്ലോ ഇത് സ്വർഗത്തിൽ വിതക്കുന്ന സ്വർഗത്തിൽ കൊയ്തെടുക്കാനുള്ള വിത്തുകളാണ്. വളരെ ഫലഭൂയിഷ്ടിയുള്ള ഭൂമിയാണ് സ്വർഗഭൂമി. അവിടുത്തെ വിത്തുകൾ അവിടെ ആ ഭൂമിയിൽ അതിന്റെ വിളകൾ പറിച്ചെടുക്കാൻ ഈ ഭൂലോകത്താണ് അതിന്റെ വിത്തുകൾ പാകേണ്ടത്. ആ വിത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു. അൽ ബാഖിയാത്തുസ് സാലിഹാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ ദിക്ർ ഇത് അധികമാക്കുവാനാണ് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പുണ്യമായ ദിനരാത്രങ്ങൾ മാത്രമല്ല, ഇതിന്റെ ഒരു നോമ്പിന്റെ ബഹുമാനം ആലോചിച്ച് നോക്കൂ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അഹബ്ബ ഇലല്ലാഹി അയ്യതഅബ്ബദ ലഹു ഫീഹാ മിൻ അശ്രി ദിൽഹിജ്ജ യുഅദറു സിയാമു കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സനത്തിൻ വഖിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ ബിഖിയാമി ലൈലത്തിൽ ഖദർ. ബഹുമാനപ്പെട്ട തുർമുദി, ഇബ്നു മാജ, ബൈഹഖി സിഹാഹു സിത്തയുടെ കിതാബുകളിൽ പ്രബല കിതാബാണല്ലോ തുർമുദിയും ഇബ്നു മാജയും. അതുപോലെ ബഹുമാനമറിയിക്കുന്ന കിതാബാണ് ബൈഹഖിയുടെ കിതാബ്. ഈ മൂന്ന് മഹാത്മാക്കളായ മുഹദ്ദിസുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ പുണ്യമായ ഒരു ഹദീസ്, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായ ഹദീസ്. എന്താണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? മാ മിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി അയ്യതഅബ്ബദ ലഹു ഫീഹാ മിൻ അശ്രി ദിൽഹിജ്ജ. ഒരു ദിനവും അല്ലാഹുവിന് ഏറ്റവും മഹബൂബായ ഒരു ദിനവുമില്ല. എന്താണ് യുതഅബ്ബദ ലഹു ഫീഹാ? ആ ദിനങ്ങളിലൊക്കെ ഇബാദത്ത് എടുക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അല്ലാഹു തആലാക്ക് ഇബാദത്ത് എടുക്കാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നതായ ഒരു ദിനവും ഇല്ല. എന്തിനേക്കാൾ? മിൻ അശ്രി ദിൽഹിജ്ജ, ദിൽഹിജ്ജയുടെ 10 ദിനങ്ങളെക്കാൾ. എന്താണ് അതിന്റെ ബഹുമാനം? അപ്പൊ മറ്റു ദിനങ്ങളെക്കാൾ അല്ലാഹു തആല ഇബാദത്ത് എടുക്കാൻ ഇഷ്ടപ്പെടുന്നതായ ദിനരാത്രങ്ങൾ ഈ 10 ദിവസങ്ങളാകുന്നു. എന്താണ് അതിന്റെ ബഹുമാനമെന്ന് ആലോചിച്ചു നോക്കൂ. യുഅദറു സിയാമു കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സനാ. ഈ ദിവസത്തിലെ ഒരു നോമ്പിനുള്ള ബഹുമാനം പറയുന്നു ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സിയാമു കുല്ലി യൗമിൻ മിൻഹാ ബിസിയാമി സനത്തിൻ. ഈ പുണ്യദിനങ്ങളിൽ ഒരു നോമ്പ് ഒരു മനുഷ്യൻ നോറ്റുകഴിഞ്ഞാൽ അവന് ഒരു വർഷം നോമ്പ് നോറ്റതിന്റെ കൂലിയാണ് അല്ലാഹു കൊടുക്കുന്നത്. വഖിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ ബിഖിയാമി ലൈലത്തിൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ ആ രാത്രിയിൽ നിസ്കരിച്ച അതേ പ്രതിഫലമാകുന്നു ഈ ദിനരാത്രങ്ങളിലെ രാത്രികളിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിനുള്ളത് എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇമാം തുർമുദിയും ഇബ്നു മാജയും ബൈഹഖിയും ഒക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തള്ളാൻ പറ്റുന്ന ഹദീസല്ല. ഇനിയിപ്പോ അഥവാ ദഈഫായ ഹദീസ് ആണ് എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ തന്നെ ദഈഫായ ഹദീസുകളെ കൊണ്ടും അമൽ ചെയ്യാവുന്നതാണല്ലോ. ദഈഫായ ഹദീസുകളെ കൊണ്ട് അമൽ ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹാത്മാക്കള് ദഈഫായ ഹദീസുകള് അതുകൊണ്ട് അമൽ ചെയ്യുന്നതിന് വിരോധമില്ല എന്നറിയിക്കുന്ന ഒരുപാട് ഉദ്ധരണികൾ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഹദീസ് ദഈഫാണെങ്കിലും അല്ലെങ്കിലും അതൊക്കെ അതുകൊണ്ടൊക്കെ അമൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഹദീസ് ദഈഫായ ഹദീസല്ല. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു മാജയും അതുപോലെ തന്നെ തുർമുദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. അതൊരിക്കലും ദഈഫാകൂല. കാരണം സിഹാഹു സിത്ത എന്ന് പറയുന്ന 6 കിതാബുകളിൽ 2 കിതാബാണ്. ഒന്ന് ഇബ്നു മാജയും ഒന്ന് അതുപോലെ തുർമുദിയും. രണ്ടും പ്രസിദ്ധമായ 2 കിതാബുകളാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഹദീസ് അവരുടെ സിഹാഹിൽ അവരുടെ സഹീഹായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായ ഹദീസാണ്. ഒറ്റ നോമ്പിന് ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലമാകുന്നു ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന ഓഫർ.
അതുപോലെ തന്നെ ഇതിന്റെ ഓരോ രാത്രിയിലും നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ കൂലി ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമാകുന്നു ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുകയാണ്. യഅലം റഹിമകല്ലാഹ് അന്നൽ ഇമാം അൻ-നവവി റഹിമഹുല്ലാഹു തആല ഖദ് നഖല ഇത്തിഫാഖൽ മുഹദ്ദിസീന വൽ ഫുഖഹാ അലാ ജവാസിൽ അഖ്ദ് ബിൽ ഹദീസിൽ ളഈഫ് ഫീ ഫളാഇലിൽ അഅമാൽ വത്തർഗീബ് വത്തർഹീബ് ഫീ കസീരിൻ മിൻ കുതുബിഹി. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അദ്കാർ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ അദ്ദേഹത്തിന്റെ അൽ ഇർഷാദ് വത്തഖ്രീബ് എന്ന ഗ്രന്ഥത്തിലും ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അർ-റൗള എന്ന കിതാബിലും ഒക്കെ ഈ ഇബാദത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, അലാ ജവാസിൽ അഖ്ദി ബിൽ ഹദീസിൽ ളഈഫ് ഫീ ഫളാഇലിൽ അഅമാലി വത്തർഗീബ് വത്തർഹീബ്. പുണ്യമായ അമലുകൾ പ്രവർത്തിക്കുവാൻ അതുപോലെ തന്നെ ഇബാദത്തുകൾക്ക് പ്രേരണ നൽകുന്നതായ വിഷയങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ലൈഫായ ഹദീസാണെന്ന് വരികയാണെങ്കിൽ പോലും അമല് ചെയ്യാവുന്നതാണ്, അമല് ചെയ്യേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബഹുമാനങ്ങളൊക്കെ പറയുന്ന പല ഹദീസുകളും പല ആളുകളും ലൈഫ എന്ന് പറഞ്ഞ് തള്ളിയിട്ടുണ്ട്. അങ്ങനെ തള്ളേണ്ടതില്ല. ലൈഫായ ഹദീസാണെങ്കിലും അതുകൊണ്ട് അമല് ചെയ്യാം എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു യജൂസു ഇൻദ അഹ്ലിൽ ഹദീസ് വഗൈരിഹിം അത്തസാഹുലു ഫിൽ അസാനീദ് വരിവായത്തി മാ സിവൽ മൗളൂഇ മിൻ അൻവാഇൽ ളഈഫ് മിൻ ഗൈരി ഇഹ്തിമാമി ബയാനി ളഅഫിഹാ. മൗളൂആയ ഹദീസ് ഒരു സനദുമില്ലാത്ത മൗളൂആയ ഹദീസുകളുണ്ടോ അതുകൊണ്ട് അമല് ചെയ്യുന്നതിന് അതുകൊണ്ട് അമല് ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് ഹദീസുകളെ റിപ്പോർട്ട് ചെയ്യുന്ന റാവികൾക്ക് പറ്റുന്ന പോരായ്മകൾ അങ്ങനെ വരുന്ന ഹദീസുകൾക്കാണല്ലോ ലഈഫ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ലഈഫായ ഹദീസുകൾ അത് ഫളാഇലുൽ അഅമാലിൽ അമല് ചെയ്യാവുന്നതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ ആരെങ്കിലും ലഈഫാണെന്ന് പറഞ്ഞാൽ തന്നെ ഇതുകൊണ്ട് അമല് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലുള്ള നോമ്പുകൾ കഴിയുന്നതൊക്കെ പരിശുദ്ധമായ യൗമുൽ അറഫയുടെ നോമ്പടക്കമുള്ള 9 നോമ്പുകളും നോൽക്കുക എന്നുള്ളത് വളരെ ബഹുമാനമുള്ളതാണ്. ഒറ്റ നോമ്പിന് 1 വർഷത്തെ പ്രതിഫലമാണ് ഉള്ളത്. ഇതിലെ രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ലൈലത്തുൽ ഖദ്റിൽ നിസ്കരിക്കുന്നതിന്റെ കൂലിയും അവന് കിട്ടുമെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയാണ്, വഅമ്മാ ഇസ്തിഹ്ബാബുൽ ഇക്സാരി മിനൽ ദിക്രി ഫീഹാ ഫഖദ് ദല്ല അലൈഹി ഖൗലുല്ലാഹു തആല വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. അല്ലാഹുവിന്റെ ദിക്റുകളെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ധാരാളം അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. എപ്പോൾ? ഫീ അയ്യാമിൻ മഅലൂമാത്ത്, പ്രസിദ്ധമായ ദിനരാത്രങ്ങളിൽ. ഈ പ്രസിദ്ധമായ ദിനരാത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഹജ്ജിലെ 28ാമത്തെ സൂക്തമാണിത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ദുൽഹജ്ജിന്റെ ഈ 10 ദിനങ്ങളാണ്. ഫഇന്നൽ അയ്യാമൽ മഅലൂമാത്ത് ഹിയ അയ്യാമുൽ അശ്രി ഇൻദ ജംഹൂരിൽ ഉലമാ. അധിക പണ്ഡിതന്മാരും പറയുന്നത് അയ്യാമുൽ അശ്റാകുന്ന ദുൽഹജ്ജിന്റെ ഈ 10 ദിനങ്ങളാകുന്നു അത്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികളൊക്കെ യഖ്റുജാനി ലസ്സൂഖി ഫീ അയ്യാമിൽ അഷ്, ഈ 10 ദിനങ്ങളിൽ സൂഖിലേക്ക് അവർ പോകും. എന്നിട്ട് യുകബ്ബിറാനി വയുകബ്ബിറുന്നാസ് ബിതക്ബീരിഹിമാ, ഉറക്കെ ഉച്ചത്തിൽ അവർ സൂക്കുകളിൽ ചെന്നുകൊണ്ട് തക്ബീർ ചൊല്ലുകയും ഇവരുടെയൊക്കെ തക്ബീർ കേട്ടുകൊണ്ട് മറ്റുള്ള ആളുകളും തക്ബീർ ചൊല്ലുകയും ചെയ്യാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു റജബുൽ ഹംബലി അദ്ദേഹത്തിന്റെ ദതാഇഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അങ്ങനെ ബഹുമാനങ്ങൾ ഒരുപാട് അർഹിക്കുന്നതായ ദിനങ്ങളാണ് ഈ പുണ്യമായ ഈ 10 ദിനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക.
വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. തസവ്വദൂ, നിങ്ങൾ ശേഖരിക്കണം, ഭക്ഷണം ശേഖരിക്കണം. എന്താ ഭക്ഷണം എങ്ങോട്ടാണ് ഈ ഭക്ഷണം ശേഖരിക്കേണ്ടത്? നാളെ ആഖിറത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളൊക്കെ. ഒരു യാത്രക്കാരനാണ് നമ്മൾ. ഈ യാത്രക്കാരനായ വ്യക്തി അവന് കഴിക്കാൻ ഭക്ഷണം വേണം. നമ്മൾ ആഖിറത്തിലേക്കുള്ള ഒരു നീണ്ട യാത്രയിലാണ്. ആ യാത്ര അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന വിഭവങ്ങളില്ലെങ്കിൽ നാം പട്ടിണിയാകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആ റഹ്മത്തിൽ നിന്ന് അകന്നുപോകും. വലിയ ഭയാനകമായ ഒരു വിപത്തായിരിക്കും അത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അതിലേക്കുള്ള തസവ്വുദ്, സാദ് ശേഖരിക്കുന്നതിൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതുണ്ടെന്ന് അള്ളാഹു നമ്മോട് പറയുന്നു. വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. എന്താണ് സാദുകളുടെ കൂട്ടത്തിൽ, ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ സാദ് ഏതാകുന്നു? അത് അത്തഖ്വാ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാദ് ശേഖരണം. ഏറ്റവും വലിയ ഭക്ഷ്യശേഖരം ഏതാകുന്നു? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ സിറിലും അവന്റെ അലാനിയത്തിലും അവന്റെ രഹസ്യത്തിലും അവന്റെ പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. ഇതാണ് അവന്റെ ഭക്ഷണശേഖരണം എന്ന് അള്ളാഹു തആല പറയുകയാണ്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്. തഖ്വ ചെയ്യുക. ആർക്കാണ്? അള്ളാഹുവിനാണ് ആ തഖ്വ ചെയ്യേണ്ടത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. അവന്റെ രഹസ്യ ജീവിതത്തിലാവട്ടെ പരസ്യ ജീവിതത്തിലാവട്ടെ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അള്ളാഹുവാകുന്ന ആ മഹത്തായ ശക്തി അവന്റെ ഓരോ നിമിഷങ്ങളും അവന്റെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ബോധത്തോടുകൂടെയാണ് അവൻ നീങ്ങേണ്ടത്. അയ്യുഹൽ മുസ്ലിമൂൻ, ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും വതഅറളൂ ലിനഫഹാത്തി റഹ്മത്തില്ലാഹ് ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ മിൻ റഹ്മത്തിഹി യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി. ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും. എല്ലാ കാലങ്ങളിലും നിങ്ങൾ ഖൈറായ പുണ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇഫ്അലുൽ ഖൈറ ദഹ്റക്കും വതഅറളൂ ലിനഫഹാത്തി റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ആ കുളിർക്കാറ്റിനെ നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. വതഅറളൂ ലിനഫഹാത്തി റഹ്മത്തില്ലാഹ് ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ മിൻ റഹ്മത്തി യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി. നഫഹാത്ത് എന്ന് പറയുന്നത് കാറ്റിനാണ്, അടിച്ചു വീശുന്ന കാറ്റ്, ആ കുളിർക്കാറ്റ്. അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന ആ കുളിർക്കാറ്റുകൾ അത് ആർക്കാണ് ലഭിക്കുക? അത് അല്ലാഹു ഉദ്ദേശിച്ചതായ ആളുകൾക്ക്. അതുകൊണ്ട് ആ റബ്ബിന്റെ റഹ്മത്ത് കിട്ടുവാൻ നിങ്ങൾ ഖൈറായ കാര്യങ്ങളെ അധികരിപ്പിച്ചുകൊണ്ട് ആ അല്ലാഹുവിന്റെ റഹ്മത്തുകളിലേക്ക് നിങ്ങൾ വിധേയമായി കൊണ്ടിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഖൈറായ കാര്യങ്ങൾ, ഖൈറായ പുണ്യമായ കാര്യങ്ങൾ, അത് സാധുക്കളെ സഹായിക്കുന്നതാകാം, അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളാകാം, സദക്ക കൊടുക്കലാകാം, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. അതിപ്പോ പ്രായോഗികമല്ല. അതേസമയത്ത് ജിഹാദിനേക്കാൾ പവിത്രത അർഹിക്കുന്ന വിഷയമാണ് ഇൽമു കൊണ്ട് ശൂലാകുക. മഹാന്മാക്കളായ ഉലമാക്കൾ, ആലിമിന് ഒരു അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന മുജാഹിദിനേക്കാൾ പവിത്രത കിട്ടുന്ന വ്യക്തിയാണ് ആര്? ആലിമ്. അവന്റെ ഇൽമു പഠിക്കുന്നു, അവൻ ഇൽമു പഠിച്ചു, അതനുസരിച്ച് അമൽ ചെയ്യുന്നു, എന്നിട്ട് അത് മറ്റുള്ള ആളുകൾക്ക് പകർത്തുന്നു. അങ്ങനെയുള്ള ആ പവിത്രമായ ആ ഇൽമു കൊണ്ട് ശുഗലാകുന്ന ആ ജീവിതം, അവനേക്കാൾ ബഹുമാനമുള്ളത് ആരുമില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ജിഹാദിനേക്കാൾ പവിത്രത അർഹിക്കുന്ന വിഷയമാണ് പരിശുദ്ധമായ ഇൽമു കൊണ്ടുള്ള ആ ശുഗൽ, ഇൽമു കൊണ്ടുള്ള ആ ഹൈറാത്തുകൾ. അങ്ങനെ ധാരാളം ഹൈറാത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകളൊക്കെ ചെയ്യുക. അതുകൊണ്ടൊക്കെയും അല്ലാഹുവിന്റെ ആ നാളെ ആരും സഹായിക്കാനില്ലാതെ ഒരു നിലക്കുള്ള സഹായവും ഒരാളുടെ ഭാഗത്തിനൊന്നും പ്രതീക്ഷിക്കാത്ത ആ ആഖിറമാകുന്ന മഹ്ശറയാകുന്ന ആ ലോകത്ത് നമുക്ക് ഇവിടുന്ന് ശേഖരിച്ചു വെക്കുന്ന ആ വിഭവങ്ങൾ, അത് മാത്രമാണ് നമുക്ക് നാളെ ആഖിറത്തിൽ ഉപയോഗപ്രദമാകാൻ സാധിക്കുക. അതുകൊണ്ട് ഫതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ,
ധാരാളം ഭക്ഷണശേഖരങ്ങൾ നിങ്ങൾ നടത്തുക, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും അതുപോലെ തന്നെ ഹൈറായ കാര്യങ്ങൾ അധികമാക്കുക. അതൊക്കെ നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതായ വിഷയങ്ങളാണ്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്റ വഖാലു യാ റസൂലല്ലാഹ്. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ പവിത്രമാണോ ഈ ദിവസങ്ങളിലുള്ള ഇബാദത്തുകൾക്കുള്ള കൂലി? ഈ ദിവസങ്ങളിൽ നിസ്കരിക്കുന്നതിന്റെ കൂലി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ പവിത്രമാണോ എന്ന് അവിടുന്ന് ആളുകൾ സഹാബത്ത് ചോദിച്ചപ്പോൾ ഫഖാല, അവിടുന്ന് പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും പവിത്രമാണ് ഈ പുണ്യമായ ദിനരാത്രങ്ങളിലുള്ള ഇബാദത്തുകൾ. എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന കൂലി എത്രമാത്രം വലുതാണെന്നറിയുമോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അവന്റെ അമലുകൾ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അവന്റെ അമലുകൾ ഒരിക്കലും അത് മുറിഞ്ഞു പോവുകയില്ല. മാത്രമല്ല, അത് ദിനേന അവന്റെ അമലുകൾ അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മുജാഹിദായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് മരണപ്പെടുന്ന മുജാഹിദായ വ്യക്തിയുടെ ഇബാദത്തുകൾക്ക് അതിന് കോട്ടം വരികയില്ല. അതവൻ മരിച്ചാൽ, എല്ലാ ആളുകളും മരിച്ചാൽ അവൻ ഇബാദത്ത് അതോടുകൂടി നിലച്ചു. അതേ സമയത്ത് മുജാഹിദായ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതായ വ്യക്തി, അവന്റെ ജിഹാദ് അത് നശിക്കുകയില്ല. അത് നിലേന അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ളൊരു സ്വഭാവം മുജാഹിദായ വ്യക്തിക്കുണ്ട്. അതേ സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആ മുജാഹിദിനേക്കാൾ പവിത്രത അർഹിക്കുന്ന കൂലിയാണ് കുല്ലു മയ്യിത്തിൻ. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, കുല്ലു മയ്യിത്തിൻ യുഖ്തമു അലാ അമലിഹി ഇല്ലല്ലദീ മാത മുറാബിതൻ ഫീ സബീലില്ലാഹ്. എല്ലാ മരണപ്പെട്ട വ്യക്തികളുടെയും അമല് മരിച്ചതോടുകൂടി തീർന്നു. ഇല്ലല്ലദീ മാത മുറാബിതൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ശത്രുക്കളോട് പോരാടുവാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾ, അവരുടെ അമലുകൾ ഒഴിച്ച് ഫഇന്നഹു യുൻമാലുഹു അമലുഹു ഇലാ യൗമിൽ ഖിയാമഹ്, ഖിയാമത്ത് നാൾ വരെയും അവന്റെ അമലിങ്ങനെ വർദ്ധിച്ച് വികസിച്ചു കൊണ്ടിരിക്കും. ഒരു വൃക്ഷം നട്ടുപിടിപ്പിച്ച് അത് ചെടിയായി, അത് വലിയ ചെടിയായി, അത് വലിയ പന്തലിക്കുന്ന മരമായി അതിങ്ങനെ വളരും പ്രകാരം ഈ മനുഷ്യൻ, ഈ മുജാഹിദായ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് സമരം ചെയ്ത ഈ വ്യക്തി, അവന്റെ അമലുകൾ അവൻ മരണപ്പെട്ടാലും അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യൻമാലുഹു അമലുഹു ഇലാ യൗമിൽ ഖിയാമ വയൗമ ഫിത്നത്തുൽ ഖബർ. മാത്രമല്ല, ഖബറിന്റെ ഫിത്നയും ഖബറിൽ ഉണ്ടാകുന്ന ഒരു പരീക്ഷണത്തിനും അവന് വിധേയമാവുകയില്ല. ഖബറിൽ നടക്കുന്ന ചോദ്യോത്തരങ്ങൾ, അല്ലെങ്കിൽ ആ ഖബറിന്റെ ഇടുക്കങ്ങൾ, ഞെരുക്കങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഖബറിന്റെ ഒരു നിലക്കുള്ള ഫിത്നക്കും അവൻ വിധേയമാവുകയില്ല. മമ്മാത മുറാബിതൻ ഫീ സബീലില്ലാഹ് ഉജ്രിയ അലൈഹി അജ്റു അമലിഹി സ്വാലിഹി അല്ലദീ കാന യഅമൽ വഉജ്രിയ അലൈഹി റിസ്ഖുഹു വഉമിന മിനൽ ഫിതാൻ വബഅസഹു അല്ലാഹു യൗമൽ ഖിയാമത്തി ആമിനൻ മിനൽ ഫസ്ഇൽ അക്ബർ. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യോദ്ധാവായിരിക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും, ആലോചിക്കുക, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഇൽമു കൊണ്ടുള്ള ശുഗ്ല്, അതുപോലെ തന്നെ ആലിമീങ്ങളായ ആളുകൾ, മുതഅല്ലിമീങ്ങളായ ആളുകൾ, അവരൊക്കെ ഒരു നിലക്ക് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തിൽ തന്നെയാണ്. അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ കാത്തു സൂക്ഷിക്കുക. മഹാന്മാരായ സഹാബത്ത് നമുക്ക് തന്നതായ ആ പുണ്യമായ ദീന് അത് ഖിയാമത്ത് നാൾ വരെ എത്തിക്കുക, അത് നിലനിർത്തുവാൻ മഹാന്മാരായ പണ്ഡിതന്മാർ ചെയ്യുന്ന സേവനങ്ങൾ അതിമഹത്തായ സേവനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുജാഹിദായ വ്യക്തിയെ മരിക്കുന്നതോടുകൂടെ അവൻ ഷഹീദായി പോയി. പിന്നെ അവന്റെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് അവൻ ഷഹീദായി സ്വർഗത്തിലേക്ക് എത്തി എന്നല്ലാതെ ഒരു ആലിം അങ്ങനെയല്ല. മഹാത്മാക്കളായ പണ്ഡിതന്മാർ, വലിയ അയിമ്മത്തുൽ അർബഅത്താകുന്ന മുജ്തഹിദുകളായ പണ്ഡിതന്മാർ വഫാത്തായിപ്പോയി.
അതിനു ശേഷമുള്ള മഹാന്മാരായ അവരുടെ ശിഷ്യഗണങ്ങളും ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള മഹാത്മാക്കളായ ആളുകൾ രചിച്ച ആ ഗ്രന്ഥങ്ങൾ, അവരുടെ ആ ഇൽമുകൾ ഇന്നും അവശേഷിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെയും അത് നിലനിൽക്കുകയാണ്. അവര് മരിച്ചു കഴിഞ്ഞാലും അവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം അതിങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുറിയുന്നില്ല, അത് അറ്റമാകുന്നില്ല. നമ്മളൊക്കെ ഒരു സുന്നത്തായി എന്തൊരു അമൽ ചെയ്യുന്നുവോ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അക്കൗണ്ടിലേക്ക് അതിന്റെ ഒരു മിസൽ പ്രതിഫലം പോവുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും അതിന്റെ സവാബ് എത്തുകയാണ്. നമുക്ക് മാത്രമല്ല സവാബ് കിട്ടുന്നത്, എന്നാൽ നമ്മുടെ സവാബ് കുറയുന്നുമില്ല. അങ്ങനെ ഓരോ മുഅ്മിനായ മനുഷ്യനും എന്തൊരു സാലിഹായ അമൽ ചെയ്യുമ്പോഴും അവരുടെ അമലുകളിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു വിഹിതം ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ ലോകം മുഴുവനും വിജ്ഞാനം പ്രചരിപ്പിച്ച ആ പണ്ഡിതന്മാരുടെ അക്കൗണ്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മുജാഹിദായ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെട്ട് വഫാത്തായ ഷഹീദായി പോയ ശുഹദാക്കളെക്കാൾ വലിയ ബഹുമാനമാണ് ഉലമാക്കൾക്കുള്ളത്. അങ്ങനെ ഹൈറായ അമലുകൾ അധികമാക്കുക. ഹൈറായ അമലുകൾ അധികമാക്കുമ്പോൾ ഈ പുണ്യമായ ദിനരാത്രങ്ങൾ അതിന് വലിയ ബഹുമാനമാണുള്ളത്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷ്ർ. ഖാലൂ, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, വരൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, അതിനേക്കാളും പവിത്രമാണോ ഇതിലുള്ള അമലുകൾ? ഖാല, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വരൽ ജിഹാദ് ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. പക്ഷേ ഒരു ഷഹീദ് ഒഴിച്ച്, ഒരു യോദ്ധാവ് ഒഴിച്ച്. എന്താണ് ആ യോദ്ധാവിന്റെ ബഹുമാനം? അയാൾ യുദ്ധം ചെയ്തു, അങ്ങനെ ഷഹീദായി വഫാത്തായി പോയി. അങ്ങനെയുള്ള യോദ്ധാവിനെ ഒഴിച്ച്, അങ്ങനെയുള്ള യോദ്ധാവാണെങ്കിൽ അവന് തന്നെയാണ് കൂലി കിട്ടുക. അതേ സമയത്ത് പരിശുദ്ധമായ ജിഹാദിന്, ഇസ്ലാമികമായ സമരത്തിനിറങ്ങുകയും ജിഹാദ് ഏർപ്പെടുകയും ചെയ്യുന്ന ജിഹാദിന്ന ആ പുണ്യമായ അമലിനേക്കാൾ പവിത്രതയാണ് ഈ ദിവസങ്ങളിലുള്ള അമലിൽ നിന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. قال ابن حجر في الحديث تعظيم تفضيل بعض الأزمنة على بعض. ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളെക്കാൾ ബഹുമാനമുണ്ട്. എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല, എല്ലാ ദിനങ്ങളും ഒരുപോലെയല്ല, എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല. ഓരോ സമയങ്ങൾക്കും സന്ദർഭങ്ങൾക്കും വ്യത്യാസമുണ്ട്. ആളുകളിൽ ചില ആളുകളേക്കാൾ ബഹുമാനമുള്ളതുപോലെ ചില ദിവസങ്ങളേക്കാൾ ബഹുമാനമുണ്ട്, ചില സമയങ്ങൾക്ക് ചില സമയങ്ങളേക്കാൾ ബഹുമാനമുണ്ട്. കൽ അംകിനതി വഫദ്ലി അയ്യാമിൽ അശ്രി ദിൽ ഹിജ്ജ ലാ ഗൈരിഹാ മിൻ സാഇരിൽ മിൻ അയ്യാമിസ് സന. ഒരു വർഷത്തെ മറ്റു ദിനങ്ങളെ അപേക്ഷിച്ച് അയ്യാമുൽ അശ്റാവുന്ന ദുൽഹജ്ജിന്റെ ഈ 10 ദിനങ്ങൾക്ക് ഒരുപാട് ബഹുമാനങ്ങളാണുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജബ് ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നു, വഖദ് ദല്ലത്ത് ഹാദിഹിൽ അഹാദീസ് അലാ അന്നൽ അമല ഫീ അയ്യാമി ദിൽ ഹിജ്ജ അഹബ്ബു ഇലല്ലാഹി മിൻ അമൽ ഫീ അയ്യാമിദ് ദുനിയ മിൻ ഗൈരി ഇസ്തിസ്നാഇ ശൈഇൻ മിൻഹാ. മറ്റു ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന പുണ്യമായ അമലുകളേക്കാൾ ഈ ദിവസങ്ങളിൽ, ഈ രാത്രികളിൽ ചെയ്യുന്ന അമലുകൾക്ക് വളരെ ബഹുമാനമുണ്ടെന്ന് ഈ ഹദീസുകൾ അറിയിക്കുന്നുണ്ട്. വഇദാ കാന അഹബ്ബ ഇലല്ലാഹി വഹുവ അഫ്ളലു ഇൻദല്ലാഹ്. എന്തൊരു സംഗതിയാണോ, എന്തൊരു വിഷയമാണോ അള്ളാഹുവിന് ഏറ്റവും മെഹബൂബായിട്ടുള്ളത് എങ്കിൽ അതാണല്ലോ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യമായ കാര്യം. പിന്നെ ഒരു കാര്യത്തെ മാത്രമാണ് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്തിട്ടുള്ളത്. സുമ്മസ്തന ജിഹാദും വാഹിദൻ ഹുവ അഫ്ളലുൽ ജിഹാദ് ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ഏർപ്പെടുകയും അങ്ങനെ മൃതിയടയുകയും ചെയ്യുന്ന ഷഹീദിന് അവൻ ഇതിൽ നിന്ന് ഒഴിവാണ്, അവന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത്. വഹാദൽ ജിഹാദ് ബിഖുസൂസിഹി യഫ്ളു അലൽ അമൽ ബിൽ അശ്ർ. ആ ജിഹാദ് ചെയ്യുന്ന വ്യക്തിക്ക് തന്നെയാണ് ഇതിനേക്കാളൊക്കെയും പവിത്രതയും ബഹുമാനവും ഉള്ളത്. വമ്മാ ബഖിയത്തു അൻവാൽ ജിഹാദി ഫിന്നൽ അമല ഫി അശ്രി ദിൽ ഹിജ്ജ അഫ്ളു വഅഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻഹാ. ഈ മറ്റു ജിഹാദുകളൊക്കെ ഷഹീദാവുന്ന ആ ഷഹീദിന്റെ കൂലി ഒഴിച്ച്
ജിഹാദ് ഏർപ്പെടുന്ന ആ പവിത്രമായ ഒരാൾ ഷഹീദായിട്ടില്ലെങ്കിലും അയാൾക്ക് കൂലി കിട്ടുമല്ലോ. അങ്ങനെയുള്ള ജിഹാദിനേക്കാൾ പവിത്രത അർഹിക്കുന്നതായ ഒരു കാര്യമാണ് ഇബാദത്താണ് ഈ ദിനങ്ങളിലുള്ള ഇബാദത്തുകൾക്ക് കിട്ടുന്ന കൂലി എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുകയാണ്. قال العلماء والذي يظهر أن السبب في امتياز عشر ذي الحجة എന്തുകൊണ്ടാണ് ഈ ദുൽഹജ്ജയുടെ 10 ദിനങ്ങൾക്ക് ഇത്രയും ബഹുമാനം കിട്ടാനുള്ള കാരണം എന്താണ്? അത് ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീ വഹിയ അസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽഹജ്ജ് വലാ യതഅത്താ ദാലിക ഫീ ഗൈരിഹി. ഈ ദുൽഹജ്ജിന്റെ 10 ദിനങ്ങൾക്ക് പവിത്രത കിട്ടാനുള്ള കാരണം ലിമകാൻ ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദ, വലിയ വലിയ ഇബാദത്തുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഈ ദിനരാത്രങ്ങളിൽ വരുന്നുണ്ട്. ഏതാണ് ആ വലിയ ഇബാദത്തുകൾ? അസ്സലാ, നിസ്കാരമുണ്ട്, വസ്സിയാം, നോമ്പുണ്ട്, വസ്സദഖ, ഹജ്ജ്, സദഖയുണ്ട്, വൽ ഹജ്ജു, ഹജ്ജുമുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് പവിത്രമായ ഇബാദത്തുകൾ, ഉമ്മഹാത്തുൽ ഇബാദത്താകുന്ന ഏറ്റവും സ്ഥാനമർഹിക്കുന്ന ഇബാദത്തുകളൊക്കെയും ഒരുമിച്ച് കൂടുന്നതായ ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ. അതുകൊണ്ടാണ് 10 ദിനം എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ 9 ദിവസത്തോടുകൂടെ നോമ്പ് തീർന്നു. പിന്നെ നെഹറിന്റെ ദിവസം നോമ്പ് നോക്കൽ ഹറാമാണ്. എന്നാൽ ആ ദിവസത്തേക്ക് കൂടി കൂട്ടിയിട്ടാണ് അയ്യാമുൽ അശ്ർ എന്ന് പറയുന്നത്. അങ്ങനെ വെക്കുമ്പോൾ അത് ഹജ്ജ് പ്രധാനമായും നടക്കുന്നത് യൗമുൽ അറഫയാകുന്ന ദുൽഹജ്ജിന്റെ 9ാമത്തെ ദിവസമാണ്. അതുപോലെ തന്നെ ഹജ്ജിന്റെ മറ്റു അമാലുകൾ പൂർണ്ണമാകുന്നതും മറ്റുള്ള അയ്യാമുത്ത് ശരീക്കുന്ന ദിവസങ്ങളാണ്. എന്നാൽ ഈ യൗമുൻ നഹർ അടക്കമുള്ള 10 ദിനങ്ങളാണ് മറ്റു ദിനങ്ങളെക്കാളൊക്കെയും ബഹുമാനമുള്ളത്. അങ്ങനെ നിസ്കാരവും നോമ്പും സദക്കയും ഹജ്ജും ഒക്കെ ഒരുമിച്ച് കൂടുന്ന മറ്റൊരു അവസരം വേറെ ഒരു ദിവസത്തിനും ഇല്ല. അതുകൊണ്ടാണ് ഈ 10 ദിവസങ്ങൾക്ക് ഇത്രയും വലിയ ബഹുമാനമുണ്ടായത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. നംഫഹിയ ഖൈറു അയ്യാമിദ് ദുനിയ വലൈസ ഫിസ്സനതി അശറത്തു അയ്യാമി മുതതാബിഅത്തിൻ അളീമത്തിൻ മിസ്ല അശ്രി ദിൽ ഹിജ്ജ. ഇതുപോലെ തുടരെ ബഹുമാനങ്ങളുള്ള മറ്റൊരു ദിവസങ്ങളും ഈ അയ്യാമു അശ്രി ദിൽ ഹിജ്ജയേക്കാൾ ബഹുമാനമുള്ള ഇതുപോലെ തുടർച്ചയായ ഇബാദത്തുകൾ വരുന്ന മറ്റൊരു ദിവസങ്ങളും ഒരു മാസങ്ങളിലും ഈ ഒരു വർഷത്തിലും കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ പവിത്രത കിട്ടുവാനുള്ള കാരണം. വഫീഹാ യതസാബഖുൽ ഇബാദു ഇലാ റബ്ബിഹിം തൽബിയത്തൻ ലിഅംദില്ലാഹ് വതഹഖീഖൻ ലിദഅവതി അബീഹിം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ബിൽ ഹജ്ജ് ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. അല്ലാഹുവിന്റെ വിളി കേട്ടുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല പറഞ്ഞില്ലേ, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലാ വലാ കുല്ലി ളാമിരി യഅതിയ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നിങ്ങൾ ഹജ്ജിനുള്ള വിളംബരം നടത്തണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ പറഞ്ഞാൽ ആളുകൾ എങ്ങനെ കേൾക്കുന്നത്? അപ്പോൾ അല്ലാഹു ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, നിങ്ങൾ പ്രഖ്യാപിക്കുക, നിങ്ങൾ വിളംബരം ചെയ്യൂ, ഞാൻ അവരിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലാ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞപ്പോൾ ആ വിളി ലോകത്തിൽ പിറക്കാനിരിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളായ ആളുകളുടെയും അർവാഹുകൾ ആ വിളി കേൾക്കുകയാണ്. അവരുടെ പിതാക്കന്മാരുടെ മുതുകിലൂടെയും അല്ലാതെയുമായിട്ട് എല്ലാ മനുഷ്യരും കഅബാലയത്തിലേക്ക് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടുന്ന എല്ലാ ആളുകളും ആ വിളി കേൾക്കുകയാണ്. ഒരു പ്രാവശ്യം ചിലർ മടക്കും, ചിലർ 2 പ്രാവശ്യം മടക്കും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പലതവണ മടക്കും. അങ്ങനെ എത്ര തവണകളാണ് ഇവിടെ മടക്കുന്നത് എങ്കിൽ അത്രയും തവണ ഹജ്ജ് ചെയ്യുവാനുള്ള
സൗഭാഗ്യം ആ ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുകയാണ്. ഹജ്ജ് ചെയ്യാത്തവർക്ക് ഹജ്ജ് ചെയ്യുവാനും ചെയ്തവർക്ക് തന്നെ വീണ്ടും വീണ്ടും ആ പുണ്യമായ ഗേഹങ്ങൾ സന്ദർശിച്ച് ഹജ്ജ് ഉംറ സിയാറത്തുകൾ ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള പുണ്യദിന രാത്രങ്ങളാണ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാത്രികളും പകലുകളുമാണ്. ഇതിന്റെ ഒരു നിമിഷവും നഷ്ടപ്പെടുത്താതെ ഇൽമ കൊണ്ടും അതുപോലെ തന്നെ ഇബാദത്ത് കൊണ്ടും തഖ്വയുമായി ജീവിതം ധന്യമാക്കുക, ജീവിതം സംശുദ്ധമാക്കിയെടുക്കുക. അങ്ങനെ മനുഷ്യനെ മാറ്റി ചിന്തിപ്പിക്കുവാനും കഴിഞ്ഞുപോയ ചെയ്തുപോയ തിന്മകളെക്കുറിച്ച് ഓർത്ത് അവന്റെ മനസ്സ് നൊന്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള ചാൻസുകളും അവസരങ്ങളും സുവർണ ദിനങ്ങളുമാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലും ഒരു പ്രത്യേകത അവനുണ്ടാകും. ഓരോ മാസവും നമ്മൾ എടുത്തു നോക്കുക, ഓരോ മാസത്തിലും എന്തെങ്കിലും ഒരു ബഹുമാനിക്കുന്ന ഒരു ദിവസം അന്നുണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് അവന്റെ ഉറ്റവരോ ഉടയവരോ മരണപ്പെട്ടു പോയ ദിനങ്ങൾ ആ മാസത്തിലുണ്ടായേക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും മഹാത്മാക്കളായ പണ്ഡിതന്മാരോ വലിയ വലിയ ആലിമീങ്ങളോ ഒക്കെ മരണപ്പെട്ടു പോയ ദിവസങ്ങൾ ആ ദിവസങ്ങളിലുണ്ടാകും. നാം നോക്കുക, മുഹറം പവിത്രമായ മാസമാണ്. അതിന്റെ ബഹുമാനം നമുക്കറിയാം. മുഹറം 10 ഒക്കെയുള്ള അടങ്ങുന്ന മുഹറം മാസം. സഫറും അതിൻ്റെതായ പ്രത്യേകതകൾ അതിനുമുണ്ട്. അതിലും ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മുഹറം സഫർ കഴിഞ്ഞ് പിന്നെ റബീഉൽ അവ്വലായാൽ പിന്നെ പവിത്രത പറയാനില്ല. എല്ലാവർക്കും അറിയാവുന്ന, ലോകം മുഴുവനും പച്ചപിടിച്ച, മനസ്സുകൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ദിനരാത്രങ്ങളാണല്ലോ റബീഉൽ അവ്വൽ. റബീഉൽ ആഖിറിലും നമുക്ക് ആഘോഷിക്കാൻ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജനനം, അവരുടെ വഫാത്ത്, അതൊക്കെ ഉണ്ടായത് റബീഉൽ ആഖിറിലാണ്. അങ്ങനെ ഓരോ മാസങ്ങളും എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഓരോ മുഅ്മിനായ മനുഷ്യനും അവനെ ആഘോഷിക്കാനുള്ള, അതല്ലെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഓരോ പ്രേരണകൾ. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ തന്നെ എല്ലാ ആഴ്ചകളിലും ഓരോ വെള്ളിയാഴ്ച വരുന്നുണ്ട്. ആ വെള്ളിയാഴ്ചകളിലും അവന് അല്ലാഹുവിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങളാണ്. ഒരുപാട് ഓഫറുകളാണല്ലോ വെള്ളിയാഴ്ചയും നൽകുന്നത്. നേരത്തെ ജുമുഅക്ക് പോകുന്ന വ്യക്തിക്ക് ഒരു ഒട്ടകം വറുത്തു കൊടുത്ത കൂലിയാണ്. അതിന്റെ ആദ്യ സമയത്ത് പോയവൻ, അത് കഴിഞ്ഞാൽ പശുവിനെ അറുത്തു കൊടുത്ത കൂലി, പിന്നെ ആടിനെ അറുത്തു കൊടുത്ത കൂലി, പിന്നെ കോഴിയെ അറുത്തു കൊടുത്ത കൂലി, അവസാനം പോകുന്നവനൊരു കോഴിമുട്ട ദാനം ചെയ്ത കൂലി. ഇതൊക്കെ സഹീഹായ ഹദീസിലുള്ളതാണ്, നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ അത്രയും വലിയ ബഹുമാനങ്ങളും കൂലികളും ഒക്കെ ഓരോ ആഴ്ചകളിലും വെള്ളിയാഴ്ചകളിലൊക്കെ അവനുണ്ട്. അതുപോലെ ഓരോ പ്രത്യേകമായ ദിവസങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസങ്ങളും എന്തെങ്കിലും ഒരു ബഹുമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആദരിക്കപ്പെടുന്ന വിഷയങ്ങളോ ആയി മുഅ്മിനായ മനുഷ്യന്റെ ദിവസങ്ങൾ സജീവമാണ്. ഇബാദത്തുകളെ കൊണ്ട് സജീവമാകുവാൻ അവന് ധാരാളം വഴികളുണ്ട് എന്ന് നാം ആലോചിക്കുക. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഇതിന്റെ ബഹുമാനം പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ബഹുമാനം വന്നത്? ഹജ്ജ്, അതുപോലെ തന്നെ നോമ്പ്, നിസ്കാരം, സദഖകൾ ഒക്കെ ഒരുമിച്ച് കൂടി ഇതുപോലെ ഒരുമിച്ച് കൂടുന്ന മറ്റു ദിനങ്ങളിൽ ഒരുമിച്ച് കൂടാത്തത് കൊണ്ടാണ് ഈ ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങൾക്ക് ഈ ബഹുമാനം വരാനുള്ള കാരണമുണ്ടായത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഹജ്ജിനുള്ള വിളംബരം നടത്തിയപ്പോൾ അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞപ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞുള്ള ആ ഉത്തരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുഴങ്ങിക്കൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അക്ഷരം സ്വീകരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞ ആ വാചകം നാം ഒന്ന് ശ്രദ്ധിക്കൂ. യഅ്തൂക റിജാലാ വഅലാ കുല്ലി ളാമിരി യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അങ്ങയുടെ അടുത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത്. അങ്ങയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായിപ്പോയി. ഇന്നും ഖുർആനിന്റെ ആ വചനം അവശേഷിക്കുകയാണ്. അങ്ങയുടെ അടുത്തേക്ക് ഹജ്ജിന് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആത്മീയമായ സാന്നിധ്യം ഇന്നും അവിടെ ഉണ്ടാകുമെന്നല്ലേ ഇതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി പോയെങ്കിലും അവിടുത്തെ ആ ആത്മീയമായ സാന്നിധ്യം പരിശുദ്ധമായ ഹറമൈൻ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്ന് പറയുന്ന ആ പുണ്യമായ അമൽ അത് വളരെ ബഹുമാനമുള്ള അമലാണ്. അതേക്കുറിച്ച് നാം പലരെയും കേട്ടതുമാണ്.
അതുപോലെ ഈ പുണ്യമായ ദിവസത്തിലുള്ളൊരു വലിയ ദിവസമാണല്ലോ യൗമു അറഫ. എന്താണ് യൗമു അറഫയുടെ ബഹുമാനം? സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു വസ്സനത്തല്ലതി ബഅദഹു. യൗമു അറഫയുടെ ബഹുമാനം സിയാമു യൗമി അറഫത, അറഫാ ദിനത്തിന്റെ നോമ്പ്. അഹ്തസിബു അലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഹീഹായ ഹദീസാണ്, അഹ്തസിബു അലല്ലാഹി, അല്ലാഹുവിനെ കുറിച്ച് ഞാൻ കണക്ക് കൂട്ടുന്നു, അയ്യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു വസ്സനത്തല്ലതി ബഅദഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തിന്റെയും വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെയും പാപങ്ങൾ മുഴുവനും പൊറുത്തു കളയുന്നതായ ഒരു ദിവസമാകുന്നു യൗമു അറഫയുടെ നോമ്പിനുള്ള ബഹുമാനം. കഴിഞ്ഞുപോയ പാപങ്ങൾ മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ ദോഷം കൂടി അഡ്വാൻസ് ആയിട്ട് മുഖദ്യമായിട്ട് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. ഇതുപോലെ പവിത്രത അർഹിക്കുന്ന ഒരു നോമ്പുമില്ല. എന്താണ് വരാനിരിക്കുന്ന നോമ്പുകളെ പൊറുപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വരാനിരിക്കുന്ന നോമ്പുകൾ ഈ മനുഷ്യനിപ്പോഴും പുറത്തു കൊടുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അതുപോലെയുള്ള മഹാന്മാക്കളൊക്കെ പറയുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിയാമു യൗമി അറഫത അഹ്തസിബു അലല്ലാഹി യകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു വസ്സനത്തല്ലതി ബഅദഹു. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാനാഹു ദുനൂബുൻ സായിമത്തുൻ ഫിസ്സനത്തൈൻ ഖാലു വൽ മുറാദു ബിഹാ അസ്സഗായിർ, ചെറുദോഷങ്ങളാണ് പൊറുക്കുന്നതൊക്കെയും. وسبق بيان مثل هذا في تكفير الخطايا بالوضوء وذكرنا هناك أنه إن لم تكن صغائر يرجى التخفيف من الكبائر فإن لم يكن رفعت درجات. ഒരു മനുഷ്യന് ഒരു മുൻകഴിഞ്ഞൊരു വർഷത്തെ ദോഷവും വരാനിരിക്കുന്നൊരു ദോഷവും പുറത്തു. അതുപോലെ തന്നെ യൗമു ആശുറാഇന്റെ ദിനം ഒരു മനുഷ്യൻ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ ഫിൻകാന ദഅബുഹു ദായിമൻ അന്നഹു യസൂമു യൗമ അറഫത വസാമഹു വസാമ യൗമ ആശുറാ. ആശുറാഇന്റെ ദിനം ഒരു മനുഷ്യൻ നോമ്പ് നോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കഴിഞ്ഞ കാല ഒരു വർഷത്തെ മുഴുവനും ദോഷം പൊറുക്കുമെന്നാണല്ലോ. അപ്പൊ ഇങ്ങനെ ദോഷങ്ങൾ എല്ലാ വർഷത്തും ദോഷം അങ്ങനെ പൊറുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് ദോഷം പൊറുക്കാനൊന്നും ഉണ്ടാവൂല. അപ്പൊ കൈഫ യഖഉ തക്ഫീറു സലാസ സിനീന കുല്ല സനത്തിൻ, പിന്നെങ്ങനെയാണ് ഓരോ വർഷവും അവന് 3 വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുന്നതായ ഒരു സ്വഭാവം പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക? വാജാബ ബഅദുഹും അൻ ഹാദാ ബിഅന്നമാ ഫളല അൻ തക്ഫീർ യനാലു ബിഹി ദറജാത്ത്. അവന് ദോഷങ്ങളൊന്നും പൊറുക്കാനില്ലെങ്കിൽ അവന്റെ സ്ഥാനമാനങ്ങളെ അല്ലാഹു തആല ഉയർത്തുന്നതാണ്. ദോഷങ്ങളൊക്കെ പൊറുത്തു കളഞ്ഞാൽ വലിയ ദോഷങ്ങളൊന്നും പൊറുക്കാൻ അവശേഷിക്കുന്നില്ലെങ്കിൽ അതിന് പകരമായി അവന്റെ സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല ഉയർത്തും. العبد إذا أتى بهذه المكفرات كلها أن تكفر عن سيئاته باجتماع بعضها إلى بعض، والتكفير بهذه مشروط بشروط وموقوف على اندفاع موانع في الأمل وخارجه. فإن علم العبد أنه جاء بالشروط كلها واندفت عنه الموانع كلها فحينئذ يقع التكفير. അപ്പൊ ഓരോ നോമ്പ് നോൽക്കുമ്പോഴും അത് നോമ്പായിരിക്കണം, നോമ്പിന്റെ ശുറൂത്തുകൾ പാലിക്കണം, നോമ്പിന്റെ ആദാബുകൾ പാലിക്കണം. ആ നിലക്ക് പൂർണ്ണമായ നിലക്ക് നോമ്പെടുക്കുന്നതായ വ്യക്തികൾക്കാണ് ഈ പ്രതിഫലങ്ങളൊക്കെ കിട്ടുക. അല്ലാതെ എന്തെങ്കിലും പേരിന് മാത്രം നോമ്പ് നോറ്റ് നോമ്പല്ലാതെ സമയത്ത് ചെയ്യുന്ന ദുഷിച്ച പ്രവർത്തനങ്ങളൊക്കെ നോമ്പിനും പ്രവർത്തിച്ച് ആ നിലക്ക് അവന്റെ നോമ്പിനെ നശിപ്പിച്ചു കളയുന്ന നോമ്പുകളാണെങ്കിൽ ഒരു കാര്യവും അതുകൊണ്ടില്ല. അപ്പൊ അവൻ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ പര്യാപ്തമായ നോമ്പുകളാണ് അവന്റെ നോമ്പുകളെങ്കിൽ അള്ളാഹുവിന് ഒരു പ്രശ്നവുമില്ല, അവന്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അവന്റെ ദോഷങ്ങൾ പൊറുക്കാനില്ലെങ്കിൽ അവന്റെ ദറജകൾ അള്ളാഹു തആല അവന് ഉയർത്തി വലിയ സ്ഥാനമാനങ്ങൾ അവന് നൽകുകയും ചെയ്യും. വരാനിരിക്കുന്ന തെറ്റുകൾ പൊറുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വർഷത്തിൽ സുരക്ഷിതമായ ഒരു ജീവിതം അള്ളാഹു തആല നൽകുന്നതാണ്. തെറ്റുകൾ ചെയ്യാൻ അവന് തോന്നുകയില്ല. ഏത് സാലിഹായ അമലുകൾ ചെയ്യുന്ന ആളാണെങ്കിലും ആ സാലിഹായ അമലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൻ തെറ്റിലേക്ക് പോകാൻ ഒരു മനസ്സവന് വരികയില്ല, തെറ്റുകൾ പ്രവർത്തിക്കുവാനുള്ള ഒരു ചിന്ത അവന് വരികയില്ല.
അഥവാ അബദ്ധവശാൽ എന്തെങ്കിലും ചെറുദോഷങ്ങൾ അവനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് നിമിത്തം ഈ പരിശുദ്ധമായ നോമ്പിന്റെ പവിത്രത കൊണ്ട് ആ ചെറുദോഷങ്ങളൊക്കെ അവൻ അല്ലാഹുത്താൽ പുറത്തു കൊടുക്കുകയും ചെയ്യും. നീ വലിയ വൻകുറ്റം ചെയ്ത ആളാണെങ്കിൽ തന്നെ ആ വൻകുറ്റങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയ്ക്ക് ഇളവുകൾ നൽകുന്നതാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ യൗമ അറഫയുടെ ഒറ്റ ദിവസത്തെ നോമ്പിന് തന്നെ 2 വർഷത്തെ തെറ്റുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നത്. ആ ബഹുമാനം അർഹിക്കുന്ന ഒരു ദിനമാണ് ഈ അയ്യാമു അശ്റാകുന്ന ദുൽഹജ്ജിന്റെ 10 ദിനങ്ങളിൽ വരാനിരിക്കുന്നത്, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റ ദിവസത്തെ നോമ്പ് ഒരു മനുഷ്യൻ ഈ ദിവസങ്ങൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തെ നോമ്പിനുള്ള പ്രതിഫലമാണ് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ നമുക്കങ്ങനെ കാണാൻ കഴിയുന്നതാണ്. ഇനി ഒന്നുമല്ല, ഈ ദിവസങ്ങൾ നോമ്പെല്ലാം കൂട്ടുക. എന്നാൽ തന്നെ മൻസാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുതെ ഒരു ദിവസം, സാധാരണത്തെ ഒരു ദിവസം തന്നെ നോമ്പ് നോറ്റാൽ അവന് കിട്ടുന്ന പ്രതിഫലം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. മൻസാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്തതായ മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ സബീലിൽ നോമ്പ് നോക്കുന്നു എന്നോട് ഉദ്ദേശിക്കുന്നു അല്ലാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ബഅദല്ലാഹു വജ്ഹഹു, അവന്റെ ശരീരത്തെ അല്ലാഹു അകറ്റി നിർത്തും, അനിന്നാർ, നരകത്തിൽ നിന്ന് 70 ഖരീഫ, 70 വർഷത്തെ അകലം. ഖരീഫ് എന്ന് പറഞ്ഞാൽ ഹേമന്തകാലം, ശരൽക്കാലം എന്നൊക്കെ പറയും. തുലാം, വൃശ്ചികം, ധനു തുടങ്ങിയ മാസങ്ങൾക്കാണ് ശരൽക്കാലം അല്ലെങ്കിൽ ഹേമന്തകാലം എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഖരീഫ് എടുത്തു പറഞ്ഞത്? ഖരീഫ് ഒരു പ്രത്യേകമായ കാലഘട്ടമാണ്. അന്നാണ് ഈ ഖരീഫ് സമയത്താണ് പഴവർഗ്ഗങ്ങളൊക്കെ അധികരിക്കുന്ന സമയം. അതുകൊണ്ട് നല്ല ചൂടിന്റെയും അതുപോലെ തന്നെ തണുപ്പിന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിനാണ് ഹേമന്തകാലം എന്ന് പറയുക. അതിനാണ് ഖരീഫ് എന്ന് അറബിയിൽ പറയുന്നത്. അങ്ങനത്തെ ആ ഖരീഫ് എന്നോട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വർഷം എന്നാണ്. 70 വർഷം അകറ്റി നിർത്തും. ഒരു ഒറ്റ നോമ്പ് തന്നെ നോറ്റിട്ടുണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് അല്ലാഹു തആല 70 വർഷത്തെ അകലം അല്ലാഹു തആല അവന് പാലിക്കുന്നതാണ്, സൃഷ്ടിക്കുന്നതാണ് എന്ന്. അപ്പൊ അങ്ങനെയുള്ള ആ നോമ്പ്, ഇങ്ങനെയുള്ള ഈ പുണ്യമായ ദിനങ്ങളിൽ നോമ്പെടുക്കുകയാണെങ്കിൽ, അതുപോലെ തിങ്കളാഴ്ച, വ്യാഴാഴ്ച ദിവസങ്ങളിലുള്ള നോമ്പുകൾ, അയ്യാമുൽ ബീദിന്റെയും കറുത്ത വാവുകളുടെയും വെളുത്ത വാവുകളുടെയും രാവുകളിലുമൊക്കെ നോമ്പുകൾ, ഇതുകളൊക്കെ വലിയ ബഹുമാനമുള്ളതാണ്, മുഅക്കദ ശക്തിയായ സുന്നത്തുള്ളതാണ്. അതുപോലെ തന്നെ സാലിഹായ അമലുകൾക്ക് ഈ പുണ്യമായ രാത്രികളിൽ, ഈ പുണ്യമായ പകലുകളിൽ ഒരുപാട് ബഹുമാനങ്ങളുണ്ട്. മൻ അമല സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാത്തുൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ ആയത്താണിത്. മൻ അമല സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ഏതൊരു പെണ്ണ്, ആണാവട്ടെ പെണ്ണാവട്ടെ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അവന് ഒരു നല്ല അമൽ ചെയ്തു കഴിഞ്ഞാൽ വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിരിക്കണം. എന്നാൽ ഫലനുഹിയന്നഹു ഹയാത്തുൻ തയ്യിബ, നല്ല സുന്ദരമായ ഒരു ജീവിതം അവന് ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു കൊടുക്കുന്നതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, എന്നാൽ ആഖിറത്തിൽ അല്ലാഹു തആല അവന് വലിയ 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 ബഹുമാനങ്ങൾ നൽകിക്കൊണ്ട് വലിയ വലിയ പ്രതിഫലങ്ങൾ അവൻ അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. ആഖിറത്തിലേക്ക് ആ പ്രതിഫലങ്ങളെ അല്ലാഹു തആല എടുത്തു വെക്കുകയും ചെയ്യുകയാണ്. കമാ അന്നഹു യജ്രിബു മഹബ്ബത്തല്ലാഹി തആല ലിൽ അബ്ദ് വബിൽ അമലി സ്സാലിഹി യുവലുൽ ഖബൂൽ ഫിൽ അർള്.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹബത്തിന് അവൻ പാത്രമാകുന്നു. ആളുകളിടയില് അവന് വലിയ സ്വീകാര്യതയും അള്ളാഹു തആല സൃഷ്ടിക്കുന്നതാണ്. ഇതാണ് ഈ ഹയാത്തും ത്വയ്യിബത്തും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെച്ചുകൊണ്ട് സാലിഹായ അമലുകൾ പ്രവർത്തിച്ചു. കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള ആളുകളെ സഹായിക്കുവാൻ അവൻ സന്നദ്ധനായി. അതുപോലെ നല്ല പ്രവർത്തനങ്ങൾക്ക്, സൽപ്രവർത്തനങ്ങൾക്ക്, സാധു സംരക്ഷണ വിഷയങ്ങളാവട്ടെ, അതല്ലെങ്കിൽ അഗതികളെ സഹായിക്കുന്ന കാര്യങ്ങളിലാവട്ടെ, മറ്റുള്ള അവശരായി കിടക്കുന്ന രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് ശുശ്രൂഷ നൽകുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവശരും വൃദ്ധരും അതല്ലെങ്കിൽ അനാഥകളും വിധവകളുമായ ആളുകളെ സഹായിക്കുവാൻ അവൻ സന്നദ്ധനായി കഴിഞ്ഞാൽ ഇതൊക്കെ സാലിഹായ അമലുകളാണ്. അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് ഈ ലോകത്ത് സുന്ദരമായ ജീവിതം അല്ലാഹു കൊടുക്കും. സുന്ദരമായ ജീവിതം എന്ന് പറയുമ്പോൾ വലിയ കൊട്ടാരമുണ്ടാകണമെന്നില്ല, വലിയ വലിയ വാഹനങ്ങളും ഉണ്ടാകണമെന്നില്ല. എന്നാലും അവന്റെ മനസ്സിന് നല്ല സമാധാനം. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലൈസൽ ഗിനാ ബികസറത്തിൽ അർദ് വഇന്നമൽ ഗിനാ ഗിനൻ നഫ്സ്. കുറേ സമ്പത്തുണ്ടാവുക എന്നുള്ളതല്ല ഏറ്റവും വലിയ ഐശ്വര്യം. ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത് കുറേ സ്വത്തുണ്ടാവുകയല്ല. വലിയ കോടീശ്വരനാണ്, ഭൂലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് അവൻ. പക്ഷേ ഒരു നേരം കിടന്നുറങ്ങുവാൻ അവന് ആശ്വാസമില്ല, സമാധാനപൂർവ്വം ഒന്ന് ഒരു നല്ലൊരു ഭക്ഷണം കഴിക്കുവാൻ അവന് കഴിയുന്നില്ല, സുഖകരമായ ഒരു ഉറക്കിനവന് സാധ്യമല്ല. കാരണം അവന്റെ മനസ്സ് ടെൻഷനാണ്, ധാരാളം ടെൻഷനുകളും പേറി അവൻ നടക്കുകയും അവന് സമാധാനമില്ലാത്ത അവസ്ഥ. അങ്ങനത്തെ വ്യക്തിക്ക് എന്ത് സമ്പത്ത് കൊണ്ട് എന്താണ് കാര്യം? അവൻ മരിച്ചു പോകുമ്പോൾ അവൻ കൊണ്ടുപോകുന്ന എന്താണ്? ഒന്നും കൊണ്ടുപോകുന്നില്ല. അവൻ എല്ലാ വ്യക്തികളും അവൻ കൊണ്ടുപോകുന്നു 3 തുണികൾ മാത്രം. ഈ ഭൂലോകത്ത് സമ്പാദിച്ച ഒരു സമ്പാദ്യവും അവന് കൊണ്ടുപോകുന്നില്ല. പിന്നെ എന്താണ് ഇത്ര വലിയ സമ്പന്നതനായതുകൊണ്ട് എന്ത് നേട്ടമാണ് അവനുള്ളത്? ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, മനസ്സിന് സംതൃപ്തി കിട്ടുക, അതാണ് ഏറ്റവും വലിയ സമ്പന്നത. മനസ്സിന് സമാധാനം കിട്ടുന്നൊരു സമ്പന്നത അവനുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അവനെ കവച്ചു വെക്കുവാൻ ഒരു കോടീശ്വരനുമില്ല. അതുപോലെ മഹാന്മാരായ ആലിമീങ്ങളൊക്കെ പറഞ്ഞത്, ഈ വലിയ രാജാക്കന്മാരൊക്കെയും ലൗ അലിമൽ മുലൂക്കു വഅബ്നാഉൽ മുലൂക്കി മാ നഹ്നു ഫീഹി, മുലൂക്ക് രാജാക്കന്മാരും രാജകുമാരന്മാരും ഒക്കെ നാം നിലകൊള്ളുന്ന ഈ അവസ്ഥ അറിയുകയാണെങ്കിൽ ലഖാതലൂന ബിസ്സയൂഫ്, നമ്മളോട് അവര് വാളുകൾ എടുത്തുകൊണ്ട് ബിസ്സയൂഫി വൽ ജുയൂഷ്, അവരുടെ വാളുകൾ കൊണ്ടും അതുപോലെ തന്നെ അവരുടെ സൈന്യങ്ങളും ഉപയോഗപ്പെടുത്തി നാം അനുഭവിക്കുന്ന ഈ സുഖസമ്പന്നമാകുന്ന ഈ ക്ഷേമാവസ്ഥ അവര് കവർന്നെടുക്കുമായിരുന്നു. ഇന്ന് മഹാന്മാരായ സൂഫിയാക്കളും ഇബാദത്തിൽ മുഴുകി ജീവിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ആ മഹബത്ത് കരഗതമാക്കി റബ്ബിൽ അവരുടെ എല്ലാം അർപ്പിച്ചു എന്ന് അങ്ങനെ ജീവിക്കുന്ന മഹാത്മാക്കളായ ആ സൂഫിയാക്കളായ സാത്വികരായ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ഇബാദത്ത് കൊണ്ട് ശുഗലാകുന്ന ഇബാദത്ത് കൊണ്ട് വ്യാപൃതരായ ആളുകൾ, അവർക്ക് കിട്ടുന്ന ഹൃദയ സമ്പന്നത അത് രാജാക്കന്മാരും രാജകുമാരന്മാരും ഒക്കെ അറിയുകയാണെങ്കിൽ നമ്മോട് അവർ അവരുടെ സൈന്യവും അതുപോലെ അവരുടെ ആയുധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അത് നമ്മിൽ നിന്ന് തെറിപ്പിച്ചു കൊണ്ടുപോകുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത്ര വലിയ കോടീശ്വരന്മാരായിട്ട് അവർ ഈ ഭൂലോകത്ത് അറിയപ്പെട്ടിട്ടില്ല. വലിയ വലിയ കൊട്ടാരങ്ങളൊന്നും പാലസുകളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അതേസമയത്ത് മനസ്സ് നിറയെ സംതൃപ്തിയും സമ്പന്നതയും, അതേസമയത്ത് എല്ലാ നിലക്കുള്ള പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ മനസ്സ് സംരക്ഷിതമായി സുഖത്തിലുമായിരുന്നു അവർ. അതാണ് അള്ളാഹുവിന്റെ ആ ദിക്റ് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുന്ന സേവനങ്ങളൊക്കെ കൊണ്ടും ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന സമ്പന്നത. അങ്ങനത്തെ ആ സമ്പത്ത് ഒരു മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. കുറെ കൂടുതൽ സ്വത്തുണ്ടാവുക എന്നുള്ളതല്ല സമ്പന്നത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിന് കിട്ടുന്ന സുഖമാണ് ഏറ്റവും വലിയ സമ്പന്നത. അപ്പോൾ മൻ അമല സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നല്ല നല്ല സേവനങ്ങൾ ചെയ്യുന്ന സാലിഹായ അമലുകൾ ചെയ്യുന്ന വ്യക്തി, അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ മുഅ്മിനുമാണ്. എന്നാൽ ഫലനുഹയ്യന്നഹു ഹയാത്തുൻ ത്വയ്യിബാ, നല്ല ജീവിതം അവന് നാം നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായി വലിയ വലിയ പ്രതിഫലങ്ങൾ നാളെ ആഖിറത്തിൽ അല്ലാഹു കൊടുക്കും. കമാ അന്നഹു യജ്രിബു മഹബ്ബത്തല്ലാഹി തആലാ ലിൽ അബ്ദ് വബിൽ അമലി സ്വാലിഹ് യൂദഉ ലഹു ഖബൂലു ഫിൽ അർള്
വലിയ പ്രതിഫലങ്ങൾ ആ മനുഷ്യന് അള്ളാഹു കൊടുക്കും പ്രകാരം തന്നെ അള്ളാഹു പറയുന്നു, ഭൂലോകത്ത് അള്ളാഹു തആല അവന് വലിയ സ്വീകാര്യതയും വലിയ അംഗീകാരവും അള്ളാഹു നൽകുകയാണ്. ഖാല സുബ്ഹാനഹു വ തആല ഖാല അല്ലാഹു തആല ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. സൂറത്തു മർയമിലെ 96-ാമത്തെ ആയത്താണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, റഹ്മാനായിരിക്കുന്ന അല്ലാഹു, കാരുണ്യവാനായ റബ്ബ് അവരുടെ ഹൃദയത്തിൽ, ആളുകളുടെ മനസ്സിൽ അവരോടുള്ള ഒരു പ്രത്യേകമായ മഹബ്ബത്ത്, ഒരു സ്നേഹം അല്ലാഹു തആല സൃഷ്ടിക്കുന്നതാണ്. അയ്ഹബ്ബൻ ഫീ ഖുലൂബി ഇബാദിഹി, സൃഷ്ടിജനങ്ങളിൽ ഈ വ്യക്തിയെക്കുറിച്ച് വലിയൊരു മഹബ്ബത്ത് സൃഷ്ടിക്കുന്നതാണ്. എന്താണ് ഇതിന്റെ കാരണം? അവർ വിശ്വാസികളായിരുന്നു. അതിനു പുറമെ ആ വിശ്വാസം നിലനിർത്തുന്ന, അതിനെ പച്ചപിടിപ്പിക്കുന്ന, അതിനെ സജീവമാക്കുന്ന സാലിഹായ അമലുകൾ ചെയ്ത വിഭാഗവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കൂട്ടർക്ക് അവരുടെ ഹൃദയത്തിൽ, അവരെക്കുറിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് വലിയൊരു സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. മിൻ അഅ്ളമി മാ യതഖറബു ബിഹിൽ മുഅ്മിനു ഇലാ റബ്ബിഹി തആല ഫീ ഹാദിഹിൽ അയ്യാം, ഈ പുണ്യമായ ദിനരാത്രങ്ങളിൽ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടുന്നത് എന്താണ്? അൽ മുഹാഫളത്തു അലാ സ്വലാത്തിൽ ജമാഅ വത്തക്ബീറു വത്തബ്കീറു ഇലൈഹാ, പരിശുദ്ധമായ പള്ളികളിൽ നടക്കുന്ന ജമാഅത്ത് നിസ്കാരത്തിന് നേരത്തെ എത്തിച്ചേരുക, അത് കൃത്യമായിട്ട് നിർവഹിക്കുവാൻ അവൻ തയ്യാറാവുക. അതുപോലെ വല്ലിക്സാർ മിനൻ നവാഫിൽ വഖിയാമിൽ ലൈൽ, സുന്നത്തായ അമലുകളും രാത്രി നിസ്കാരങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ അവൻ തയ്യാറാകണം. രാത്രി നിസ്കാരങ്ങൾ ഇന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ STV എന്ന ഈ സംവിധാനം കൊണ്ട് എത്രയോ ആളുകളാണ്, ആണുങ്ങളാവട്ടെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, ഒരുപാട് ആളുകൾ നന്മയിലേക്ക് വന്നിരുന്ന സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. ഒഴിവ് ദിവസങ്ങളിലൊക്കെ, ഒഴിവ് സമയങ്ങളിലൊക്കെ ടിവിയിലും അതുപോലെ തന്നെ മറ്റു സീരിയലുകളും ഒക്കെ കണ്ട് സമയം കൊല്ലുന്ന വിഭാഗം ഇന്ന് നമ്മുടെ STV ശ്രദ്ധിക്കുന്നത് കൊണ്ട് എത്രയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇബാദത്തുകളെ കുറിച്ചുള്ള ആ ലദ്ദത്ത്, ഇബാദത്തുകൾ ചെയ്യുവാനുള്ളൊരു സമാധാനവും, ചെയ്യുമ്പോഴൊരു സന്തോഷവും, ചെയ്യുവാനുള്ളൊരു പ്രേരണയും എത്രയെത്ര ഉപദേശങ്ങളിലൂടെയാണ് അവർ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ഹൈറായ നിലക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. നമുക്കൊക്കെ ആ നിലക്ക് അല്ലാഹുവിന്റെ ദീനിന് സഹായവും സേവനവും ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഇൽമ കൊണ്ടുള്ള ആ വ്യാപൃതമാകുന്നതിനേക്കാൾ പവിത്രമായ ഒരു ജോലി വേറെ ഏതാണുള്ളത്? അല്ലാഹുവിന്റെ നൂറാനിയത്താണ് ഇൽമ്. മഹാന്മാരായ അംബിയാ മുർസലുകൾക്ക് അല്ലാഹു തആല ഇറക്കിയതായ സമ്പത്താണ് ഇൽമ്. ആ സമ്പത്ത് കൊണ്ട് കൈകാര്യം ചെയ്യുന്നവരെക്കാൾ പവിത്രത അർഹിക്കുന്ന ആരാണ് ഈ ലോകത്തുള്ളത്? ആരും തന്നെയില്ല. ജനദൃഷ്ടിയിൽ വലിയ സമ്പന്നരായി വലിയ കോടീശ്വരന്മാരായ ആളുകളെ കാണാൻ കഴിയും. ഇൽമില്ലാത്ത, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത, അതല്ലെങ്കിൽ അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കാത്ത എത്രയോ ആളുകൾ ഈ ഭൂലോകത്ത് വലിയ സമ്പന്നരായും വലിയ വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളതായും ആളുകളുടെ ഇടയിൽ കാണാൻ കഴിയും. പക്ഷേ അതൊന്നും ഒരു വിലയുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ വില കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആരെന്ത് വില കൽപ്പിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു പ്രയോജനവുമില്ല. അതേ സമയത്ത് ഒരു സാധുവായ മനുഷ്യൻ, അവൻ വലിയ സമ്പന്നനൊന്നുമല്ല, ചെറിയൊരു ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ചെറിയൊരു വരുമാനമുള്ള ചെയ്യുന്ന ഒരു വേതനം ലഭിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ അള്ളാഹു അവനെ കുറിച്ച് നല്ല ചിന്തയാണ്, അള്ളാഹുവിന് അവനോട് മഹബത്തുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ അവനല്ലേ ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ? അവനല്ലേ ഈ ലോകത്തെ മുഴുവൻ ഏറ്റവും വലിയ രാജാവ്? അവനല്ലേ? അവനെയൊക്കെ വെച്ചു വെക്കുന്ന ആരാണ് ഇവിടെ ഉള്ളത്? പക്ഷെ ജനങ്ങൾ അവനെ അറിഞ്ഞുകൊള്ളണമെന്നില്ല, ആളുകൾ അവനെ ശ്രദ്ധിച്ചുകൊള്ളണമെന്നില്ല. അള്ളാഹു അവനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ സംതൃപ്തിയും അവൻ പറ്റിയതവനായി കഴിഞ്ഞാൽ, പിന്നെ അത്രയും വലിയൊരു സമ്പത്തുള്ളവൻ വേറെ ആരാണ് ഈ ലോകത്തുള്ളത്? അതുകൊണ്ട് തന്നെയല്ലേ അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് സയജഅലു ലഹുർ റഹ്മാനു വുദ്ദാ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഒരു പ്രത്യേകമായ സ്ഥാനം, ഒരു പ്രത്യേകമായ സ്നേഹം ജനഹൃദയങ്ങളിൽ അല്ലാഹു തആല സൃഷ്ടിക്കുന്നതാണ്. ومن أعظم ما يتقرب به المؤمن إلى ربه تعالى في هذه الأيام المحافظة على صلاة الجماعة والتبكير إليها
വൽ ഇക്താർ മിനൻ നവാഫിലി വഖിയാമിൽ ലൈൽ, രാത്രി നിസ്കാരങ്ങളും മറ്റു സുന്നത്തായ നിസ്കാരങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ അലൈക ബികസ്റത്തിസ് സുജൂദി ലില്ലാഹ്. ബഹുമാനപ്പെട്ട റബീ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന് സേവനം ചെയ്ത സഹാബിയാണ്. ആ സഹാബി അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുവാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ വെള്ളവുമായി കാത്തു നിൽക്കുന്ന റബീഅയാണ് കാണുന്നത്. അവിടുന്ന് ആ ശിഷ്യനോട്, തന്റെ അരുമ ശിഷ്യനോട് വലിയ സ്നേഹവും സന്തോഷവും തോന്നി. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോനെ എന്താണ് നിനക്ക് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മുറാഫഖതക യാ റസൂലല്ലാഹ്, മുറാഫഖതക ഫിൽ ജന്നത്തി യാ റസൂലല്ലാഹ്, സ്വർഗ്ഗലോകത്ത് അങ്ങയോടൊപ്പം ഒരുമിച്ച് കഴിയാനാണ് എനിക്ക് ആഗ്രഹം. നബിയേ, ഇത് മാത്രമാണോ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് അവിടുന്ന് ചോദിച്ചപ്പോൾ ഇത് മാത്രം തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട റബീ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടിയാണ് അലൈക ബികസ്റത്തിസ് സുജൂദ്, അല്ലാഹുവിനെ ധാരാളം സുജൂദ് ചെയ്യുക. അല്ലാഹുവിന് ധാരാളം സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ റബ്ബിന്റെ തൃപ്തി നിനക്കുണ്ടാകും. അത് നിമിത്തം പിന്നെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിനക്ക് കഴിയും എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു വഴിയാണ് ധാരാളം സുജൂദുകൾ ചെയ്യുക, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, സുന്നത്തായ നിസ്കാരങ്ങളും സുന്നത്തായ നോമ്പുകളും അധികമാക്കുക. عليك بكثرة السجود فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحتى عنك بها خطيئة. എന്തുകൊണ്ടെന്നാൽ നീ അല്ലാഹുവിന് സുജൂദും ചെയ്യുകയില്ല, ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജതൻ, അതു നിമിത്തം നിന്റെ ഒരു ദറജയെ അല്ലാഹു തആല ആഖിറത്തിൽ വർദ്ധിപ്പിക്കുന്നു, സ്ഥാനമാനങ്ങൾ അല്ലാഹു വർദ്ധിപ്പിക്കുകയാണ്. വഹത്ത അൻക ബിഹാ ഖതീഅ, ഓരോ സുജൂദ് ചെയ്യുമ്പോഴും ഓരോ പാപവും നിന്നിൽ നിന്ന് അല്ലാഹു തആല പുറത്തു തരുന്നു. മിൻ അഹമ്മിൽ അഅമാലിസ് സാലിഹത്തി സദഖ, അതുപോലെ തന്നെ ധാരാളം സദഖകൾ വർദ്ധിപ്പിക്കുക. വഹിയ ഇർളാഉ ലില്ലാഹി തആല വസിയാദത്തുൻ ഫീ സവാബിൽ മുതസദ്ദിഖ് വഇദ്ഖാലുൻ ലിസ്സുറൂരി അലൽ ഫുഖറാഇ വൽ മസാകീനി വസഹാബിൽ ഹാജാത്ത് ബിതഫരീജി ഹുമൂമിഹിം വകശ്ഫി ഖുറൂബിഹിം. ആളുകൾക്ക് സന്തോഷം നൽകുന്ന നിലക്ക് അവരോട് സുസ്മേരവതനായി സംസാരിക്കുകയും സന്തോഷത്തോടുകൂടെ അവരോട് സലാം പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് കുശലാന്വേഷണങ്ങൾ നടത്തി അവരെ സുഹൃത്തായി കൈപ്പറ്റുകയും സുഹൃത്തായി അവരെ ആക്കുകയും, അതുപോലെ ആവശ്യമുള്ള ആളുകൾക്ക് ഭക്ഷണത്തിന് വശമില്ലാതെ കഴിയുന്ന ആളുകൾ, അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ സഹായങ്ങൾ നൽകുക. ഇതുകളൊക്കെയും നൽകുന്ന വ്യക്തികൾ, ഇതൊക്കെയും സാലിഹായ അമലുകൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസ്, അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ പറയുകയാണ്, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ, പുണ്യമായ കവാടങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ഖൈറാകുന്ന സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ, ആ സ്വർഗ കവാടങ്ങളിലേക്ക് എത്തുവാനുള്ള വഴികൾ. അസ്സൗമു ജുന്ന, നോമ്പെടുക്കുക. നോമ്പ് നിനക്കൊരു പരിചയാണ്, ദോഷങ്ങളെ തടഞ്ഞു നിർത്തുവാനുള്ള ഒരു പരിചയാണ് സോം. അതുപോലെ വസ്സദഖത്തു തുഖ്തിൽ ഖതീഅത തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ, സദഖ കൊടുക്കുക എന്നുള്ളത് പാപങ്ങളെ അത് തണുപ്പിച്ചു കളയും, പാപങ്ങളെ അത് കെടുത്തിക്കളയും. കമാ യുത്ഫിഉൽ മാഉൻ നാർ, വെള്ളം തീയെ കെടുത്തിക്കളയും പ്രകാരം സദഖ മനുഷ്യന്റെ പാപങ്ങളെ കെടുത്തിക്കളയുന്നതായ വലിയ ഒരു സാധനമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. ഇദാ കാനത്തി സദഖത്തു തുത്ഫിഉൽ ഖതീഅത ഫഇന്ന സിയാമ വിഖായത്തുൻ മിനൻ നാർ മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹു അനിന്നാരി 70 ഖരീഫ. അതുപോലെ സദഖ കൊടുക്കുന്നത് അവരെ പാപം കെടുത്തിക്കളയുന്ന സാധനമാണെങ്കിൽ നോമ്പ് നിമിത്തം അവൻ നരകത്തിൽ നിന്ന് 70 ഒരൊറ്റ നോമ്പിൽ തന്നെ ഒറ്റ നോമ്പ് തന്നെ അള്ളാഹുവിനെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവൻ 70 വർഷത്തെ വഴി ദൂരം
നരകത്തിൽ നിന്ന് അല്ലാഹു തആല അവനെ അകറ്റി നിർത്തുന്നതാണ് എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് എല്ലാവർക്കും ഓർമ്മ വേണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരു നോമ്പ് തന്നെ ഈ പുണ്യമായ ദിവസത്തിൽ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ 70 നോമ്പിന്റെ ഒരു വർഷത്തെ മുഴുവൻ നോമ്പ് നോറ്റ ഒരു വർഷം ഒരു മനുഷ്യന് മുഴുവൻ ലഭിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട തുർമുദി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തതായ ഹദീസിലൂടെ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പുണ്യമായ അമലുകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മത്തുർ-റഹീമായ അൽ-മലിക്കുൽ ജബ്ബാറായ ലോകരക്ഷിതാവായ അല്ലാഹ്, ഈ പുണ്യമായ ദിനരാത്രങ്ങളിലൂടെ ഞങ്ങൾ നീങ്ങുന്നു. ഇതിന്റെ എല്ലാ ആദാബുകളും അതിന്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് പടച്ചവനെ ഇബാദത്തെടുക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഈ പുണ്യമായ ദിനരാത്രങ്ങൾ അതിന്റെ അർഹിക്കുന്ന ആ എല്ലാ ബഹുമാനങ്ങളും അതിന് വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ ആദാബുകൾ പാലിച്ചുകൊണ്ട് പടച്ചവനെ നിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർ-റഹീമായ അൽ-മലിക്കുൽ ജബ്ബാറായ ലോകരക്ഷിതാവായ അല്ലാഹ്, പടച്ചവനെ പാപികളാണ്, സാധുക്കളാണ്, ജീവിതത്തിൽ എത്രയോ തെറ്റുകളും തിന്മകളും പ്രവർത്തിച്ചു പോയവരാണ്. അല്ലാഹുവേ, നിനക്കറിയാം, ഞങ്ങളുടെ ജീവിതത്തെക്കാൾ ഞങ്ങളുടെ ജീവിതം നീ നന്നായി വീക്ഷിക്കുന്നവനും അറിയുന്നവനുമാണ്. ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ലോകത്തും പരലോകത്തും ഖൈറായ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ചെയ്തു പോയ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ നീ കഴുകി ശുദ്ധിയാക്കി പടച്ചവനെ നിന്റെ റഹ്മത്തിന്റെ ആ നഫഹാത്തുകൾ, ആ റഹ്മത്തിന്റെ ആ ഇളം കാറ്റുകൾ ഞങ്ങളിലേക്ക് നീ എത്തിച്ച് ഞങ്ങളുടെ മനസ്സ് കുളിർക്കുന്നതായ ഒരവസ്ഥ ഞങ്ങൾക്ക് നീ സംജാതമാക്കണം റഹ്മാനെ. റഹ്മത്തുർ-റഹീമായ റബ്ബേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ പലരുമുണ്ട്, മാതാപിതാക്കൾ, അങ്ങനെ തുടങ്ങി പല ബന്ധുമിത്രാദികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയവരുണ്ട്. അവർക്കൊക്കെ കബറിടം നീ സ്വർഗമാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ ഹജ്ജ് ഉംറ സിയാറത്തുകൾക്ക് വേണ്ടി ഈ വർഷത്തെ യാത്ര തിരിച്ചതായ എത്രയോ മുഅ്മിനീങ്ങൾ, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാ ഹജ്ജാജുകൾക്കും അവരുടെ ഭവനങ്ങളിലേക്ക് സുരക്ഷിതരായി അവരുടെ അമലുകളൊക്കെ പൂർത്തിയാക്കി തിരിച്ചെത്തുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹജ്ജ് പൂർത്തിയായ ഒരു വ്യക്തി ഇന്ന് പിറന്ന ശിശുവിനെ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹ്, അങ്ങനെയുള്ള ആ ഗണത്തിൽ അവരെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, ഹജ്ജ് ചെയ്തതായ ആളുകളാണ് ഞങ്ങൾ പലരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇനിയും ധാരാളം ഹജ്ജുകൾ ചെയ്യാൻ, ഉംറകൾ നിർവഹിക്കാൻ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറയിലെത്തി അവിടുത്തെ തിരുമുറ്റത്ത് നേരിട്ട് ചെന്ന് സലാം നേരിട്ട് പറയാനുള്ള സൗഭാഗ്യം ജീവിതത്തിൽ പലതവണ ഞങ്ങൾക്ക് ഇനി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മത്തുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഹജ്ജ് ചെയ്തതായ ആളുകളെ ഹജ്ജുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യാത്തവർക്ക് ചെയ്യുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മത്തുർ-റഹീമായ റബ്ബേ, അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന പല ദമ്പതികളുമുണ്ട്. അവർക്കൊക്കെയും സാലിഹീങ്ങളായ മക്കൾ നൽകി നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഹലാലായ മുറാദുകളും മഖ്സൂദുകളും ഹാസിലാകാൻ റബ്ബേ, ഞങ്ങൾക്കൊക്കെയും എല്ലാ ഹലാലായ മഖ്സൂദുകളും നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, ശരീരങ്ങളിലുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫിയാക്കണേ റഹ്മാനെ. മാർഗമായ ഒരു വിപത്തും നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റബ്ബേ. ഞങ്ങളെ പരീക്ഷണത്തിൽ വിധേയമാക്കാതെ തന്നെ ഞങ്ങളെ ഈമാനെ നീ സലാമത്താക്കണേ റഹ്മാനെ. ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കും മുഴുവനും എല്ലാ നിലക്കുള്ള സമാധാനവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. എല്ലാ മുഅ്മിനീങ്ങളെയും എല്ലാവിധ ബലാകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ആക്സിഡന്റ് അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم احفظنا ولا تفضحنا بين خلقك لا في الدنيا ولا في الآخرة بمحض فضلك وكرمك وجودك ولطفك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.